നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫോർ ഓഫ് വൺസ്, 3 ഓഫ് സോർഡ്സ്, 5 ഓഫ് കപ്സ്, ദ എംപറർ, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് വൺസ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 4 ഓഫ് വൺസ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളോടൊപ്പം ഒരു സുരക്ഷിതമായ ജീവിതം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. വെറും ഒരു താൽക്കാലിക താല്പര്യമല്ല ഇത്. വളരെ പക്വതയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമാണ് അവർ മനസ്സിൽ കാണുന്നത് എന്ന് ഈ കാർഡ് ഉറപ്പിച്ചു പറയുന്നു. ദ എംപറർ കാർഡ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കണമെന്ന കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധത്തിൽ അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നോ നിങ്ങളെ സംരക്ഷിക്കണമെന്നുമുള്ള ആഗ്രഹവുമുണ്ട്. ആ ആഗ്രഹം വളരെ ശക്തവും ആഴമേറിയതുമാണ്. ഇവിടെ കിട്ടിയ 2 കാർഡുകളാണ് 3 ഓഫ് സോർഡ്സ് ആൻഡ് 5 ഓഫ് കപ്സ്. ഈ കാർഡുകളാണ് അവരുടെ മനസ്സിൻ്റെ വേദനയും സങ്കീർണതയും വ്യക്തമാക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായി സ്വന്തമാക്കാൻ സാധിക്കാത്തതിലുള്ള കടുത്ത ഹൃദയവേദനയും നിരാശയും അവർ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ ചില നഷ്ടങ്ങളെയോ അല്ലെങ്കിൽ നിലവിലുള്ള തടസ്സങ്ങളെയോ ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. ഏസ് ഓഫ് കപ്സ് കാർഡ്. ഏസ് ഓഫ് കപ്സ് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായി ഒഴുകുന്ന സ്നേഹത്തിൻ്റെ ഉറവയെയാണ് കാണിക്കുന്നത്. വളരെ പവിത്രവും ആഴത്തിലുള്ളതുമായ വികാരങ്ങളാണ് അവർക്ക് നിങ്ങളോടുള്ളത്. ഈ സ്നേഹം അവർക്ക് പുതിയൊരു ജീവൻ നൽകുന്ന പോലെയാണ്. പേജ് ഓഫ് വാൺസ് കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരാനും സംസാരിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള ഒരു പുതിയ ഊർജവും ആകാംക്ഷയും അവരുടെ ഉള്ളിൽ നിറയുന്നുണ്ട്. നമുക്ക് ബോട്ടം കാർഡായി വന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ബന്ധത്തിൽ ഒരു തുല്യത വരാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ നൽകുന്ന സ്നേഹവും ശ്രദ്ധയും അതേപടി നിങ്ങളിൽ നിന്ന് തിരികെ ലഭിക്കണമെന്നും പരസ്പരം താങ്ങും തണലുമായി നിൽക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ ഈ കാർഡുകൾ പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കാനുള്ള അവരുടെ ആഗ്രഹം കേവലം സ്വപ്നം മാത്രമല്ല, അത് ആഴത്തിലുള്ളതാണ്. എന്നാൽ അതിലൊരുപാട് വേവലാതികളും നഷ്ടബോധവും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയവും കലർന്നിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഒരു സുരക്ഷിത ഭാവി കെട്ടിപ്പടുക്കാൻ അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.